എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഫോർമുല പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന റാങ്ക് പട്ടിക സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഇതേ തുടർന്ന് പുതുക്കിയ റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിലാകും ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാകുക. കേരള സിലബസിലെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആശങ്കകളോട് തങ്ങൾക്ക് യോജിപ്പാണെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നില്ല എന്നാണ് കേരളം കോടതിയെ അറിയിച്ചത്. കേരള സിലബസിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ വിശദമായ വാദം 4 ആഴ്ചയ്ക്ക് ശേഷം കേൾക്കുവാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. സർക്കാർ നടത്തിയ ഈ അമെൻമെൻറ്റ്, ഈ പ്രോസ്പെക്ടസിലെ ഭേദഗതി എത്രത്തോളം വാലിഡാണ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ദോഷകരമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകാത്തതിനാൽ നിരാശരാണ് കേരള സിലബസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. സമയം ലേറ്റായി എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കോടതിയും പറയുന്നത്. ഇനി ഇതിൽ അൺസർട്ടിനിറ്റിയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. ഒരു വർഷം കൂടെ സർക്കാർ വിദ്യാർത്ഥികൾ എന്തിട്ട് ഈ ഒരു അനീതി കാണട്ടെ, അല്ലെ സഹിക്കട്ടെ എന്നുള്ളതാണ്. അടുത്ത വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് മുമ്പായി ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത്. പുതിയ സർക്കാർ 2025 വരികയാണെങ്കിൽ ആ സർക്കാരിന്റെ തീരുമാനം ഇതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് പിന്നീട് പറയാൻ സാധിക്കൂ. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.